സോ വി ആർ ബാക്ക്. നമ്മളുടെ ലാസ്റ്റ് പോർഷനിലേക്കൊക്കെ എത്തി അല്ലേ. നമ്മുടെ എക്സാംസ് അടുത്തു, നമ്മളുടെ കുറച്ച് എക്സാംസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കിയൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നില്ലേ? ഞാൻ അത്യാവശ്യം നിങ്ങളുടെ എല്ലാത്തിൻ്റെയും റിവ്യൂ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ അനിയത്തിയും ഈ സെയിം എക്സാംസ് എഴുതുന്നത് കാരണം നമുക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ബയോളജി മാത്രമല്ല, അവളെ വിളിച്ചിട്ട് പറയും, എടാ ഇത് എളുപ്പമായിരുന്നു, അത് എളുപ്പമായിരുന്നു, അതിന് സമയം കിട്ടിയില്ല എന്നൊക്കെ പറച്ചിലുണ്ടായിരുന്നു. സോ നമ്മൾ ബയോളജിയിലേക്ക് കടക്കുക. അപ്പോൾ എല്ലാ ചാപ്റ്ററിന്റെയും ഷുവർ ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു തീർത്തിരിക്കണം. കാരണം ഓൾറെഡി ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു തീർത്തിരിക്കും. സോ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. സ്റ്റാർട്ട് ചെയ്താലോ? കമ്മിങ് ടു ദ ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ബയോടെക് 1 എന്ന് പറയുന്നത് നമുക്ക് എല്ലാം അറിയാവുന്ന നമ്മുടെ കൺസെപ്റ്റ് ചാപ്റ്റർ. ആ കൺസെപ്റ്റിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ടു ദ ക്വസ്റ്റ്യൻസ്. Name the technique which is used to separate the fragments of DNA. DNA fragments ne separate ചെയ്യാനുള്ള ആ ടെക്നിക്കിന്റെ പേര് അത് മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഇസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് നമ്മളുടെ ആ ടെക്നിക്കിന്റെ പേര്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് കിട്ടി. നെക്സ്റ്റ്, how can we make a bacterial cell competent for the transformation with recombinant DNA? ശരിയാ, നമ്മൾ RDNA ഉണ്ടാക്കിയാലും ആ ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് RDNA കയറി പോകണമെങ്കിൽ ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ എന്താക്കണം? കോമ്പീറ്റന്റ് ആക്കണം. കോമ്പീറ്റന്റ് ആക്കിയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകത്തുള്ളൂ. സോ ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് കോമ്പീറ്റന്റ് ആക്കുന്നത്? ആദ്യം നമ്മൾ ആ ബാക്ടീരിയൽ സെല്ലിനെ എടുക്കും. നമ്മൾ ആ ബാക്ടീരിയൽ സെല്ലിനെ എടുത്തു. എന്നിട്ട് ആ ബാക്ടീരിയൽ സെല്ലിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യും? ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺസ്. അത് ഡൈവാലന്റ് കാറ്റയോൺസുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു ഡൈവാലന്റ് കാറ്റയോണിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ലൈക്ക് കാൽഷ്യം. കാൽഷ്യം 2+ എന്ന് പറയുന്നത് ഒരു ഡൈവാലന്റ് കാറ്റയോൺ അല്ലേ? 2 വാലൻസി ഉള്ള കാറ്റയോൺ. യെസ്. സോ കാൽഷ്യം പോലുള്ള ഒരു ഡൈവാലന്റ് കാറ്റയോണുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നേരത്തെ അവർക്ക് എന്താ പറ്റുക? ഇറ്റ് ക്രിയേറ്റ്സ് pores അല്ലേ? in the cell wall of bacteria. ബാക്ടീരിയയുടെ സെൽ വോളിൽ നിറച്ചും കുറെ ഹോൾസ് ഉണ്ടാക്കും ഈ ഡൈവാലന്റ് കാറ്റയോൺ. സോ ബാക്ടീരിയയുടെ സെൽ വോൾ നിറച്ചും ഹോൾസ് ആയി മാറി. സോ ഇങ്ങനെ ഒരു ഹോളിൽ കൂടെ നമ്മൾ DNA-ക്ക് കയറി പോകാം. പക്ഷെ ഉടനെ തന്നെ കയറി പോകത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയയെ we will keep it at 0 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ അതിനെ എത്ര ഡിഗ്രി സെൽഷ്യസിൽ വെക്കും? 0 ഡിഗ്രി സെൽഷ്യസിൽ വെക്കും. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നമ്മൾ അതിനെ 42 ഡിഗ്രി സെൽഷ്യസിൽ വെക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് ഹീറ്റ് ഷോക്ക് എന്നാ പറയാം. ഹീറ്റ് ഷോക്ക് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ ഇതിനെ എടുത്ത് എവിടോട്ട് വെക്കും? 0 ഡിഗ്രി സെൽഷ്യസിൽ വെക്കും. അഗെയിൻ ബാക്ക് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും എന്തായി മാറും? നമ്മളുടെ ബാക്ടീരിയൽ സെൽ കോമ്പീറ്റന്റ് ആയി മാറും. ഇനി ആ DNA പീസിനെ നമ്മൾ റീകോംബിനന്റ് DNA ടക്കെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കും. ഇങ്ങനെയാണ് ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ കോമ്പീറ്റന്റ് ആക്കുന്നത്. ക്ലിയർ? 2 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, which is the thermostable enzyme used in PCR? സ്യൂഡ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് used. Okay. So PCR, polymerase chain reaction used for amplification of DNA. So അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡീനാച്ചുറേഷന് വേണ്ടി നമ്മൾ ഭയങ്കര ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറേസിനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് PCR കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അതിനു വേണ്ടി നമ്മൾ ഒരു തെർമോസ്റ്റേബിൾ DNA പോളിമറേസ് യൂസ് ചെയ്യും. അതിന്റെ പേരാണ് ടാക് പോളിമറേസ്. വെരി ഗുഡ്. ടാക് പോളിമറേസിനെയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. Name the bacterium from which this enzyme is isolated. ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ? ഒരു തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ബാക്ടീരിയ. അതിന്റെ പേര് എന്തായിരുന്നു? തെർമസ് അക്വാറ്റിക്കസ് എന്നാണ് അതിന്റെ പേര്. തെർമസ് അക്വാറ്റിക്കസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. EcoR1 is isolated from Escherichia coli RY13. Okay, explain the naming procedure of EcoR1. EcoR1ന്റെ എന്നല്ല, ഏതൊരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ എന്ത് നമ്മളുടെ നെയിമിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സെയിമാ, വളരെ സെയിമാ. സോ EcoR1 ഇങ്ങനെയാണ് അതിന്റെ പേര് അല്ലെ. അത് ഫസ്റ്റ് ലെറ്റർ E എന്ന് പറയുന്നത് അതെന്തായിരിക്കും?
അത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്ത് ആ ബാക്ടീരിയയുടെ ജീനസ് നെയിം ആയിരിക്കും ഇ. സോ ഇവിടെ ഏത് ബാക്ടീരിയ? എസ്കരേഷ്യ കോളൈ. സോ എസ്കരേഷ്യ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ജീനസ് നെയിം ആണ് എസ്കരേഷ്യ. സോ അതാണ് അതിന്റെ ഫസ്റ്റ് ലെറ്റർ. അടുത്ത വരുന്ന 2 ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്ത് ആ ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിം. ഈ സ്പീഷീസ് നെയിം എന്താ? കോളൈ എന്ന് പറയുന്നതാണ് അതിന്റെ സ്പീഷീസ് നെയിം. നെക്സ്റ്റ് അടുത്ത വരുന്ന 1 ലെറ്റർ അത് ഏത് ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത്. ഈ എസ്കരേഷ്യ കോളൈന്ന് തന്നെ പല സ്ട്രെയിൻസ് ഉണ്ട്. അതിന്റെ തന്നെ RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്നാണ് ഈക്കോ R1 എടുത്തത്. ഇനി 1 2 3 4 എന്നൊരു നമ്പർ വരില്ലേ? അതിനർത്ഥം എന്താ? അതിനർത്ഥം ഇതിന്റെ ഓർഡർ ഓഫ് ഇൻവെൻഷൻ ഈ എസ്കരേഷ്യ കോളൈ RY13 സ്ട്രെയിനിൽ നിന്നും തന്നെ ഫസ്റ്റ് ആദ്യം ഐസൊലേറ്റ് ചെയ്ത എൻസൈം ആണ് നമ്മുടെ ഈക്കോ R1. രണ്ടാമത് ഐസൊലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഈക്കോ R2, മൂന്നാമത്തേന് ഈക്കോ R3, 10ാമത്തേന് ഈക്കോ R10 എന്നൊക്കെ പറയും. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. സോ ഏതൊരെണ്ണമായാലും ഇങ്ങനെയാണ് നെയിം ചെയ്യുന്നത്, ഏതൊരെണ്ണത്തിനും. ഫോർ എക്സാമ്പിൾ അടുത്ത ഹിൻഡ് സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നൊക്കെ എടുത്തതാ. ഓക്കെ, അത് വേണ്ട, നമുക്ക് ഈക്കോ R1 ചോദിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how can we visualize DNA fragments in gel electrophoresis? Gel electrophoresis നമുക്ക് DNA fragments കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. DNA fragments കളറും കാര്യങ്ങളൊന്നുമില്ല. സോ ബേസിക്കലി നമ്മൾ പറയുന്നുണ്ട് ഈ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ മൂവ് ചെയ്യുന്നു, പക്ഷെ മൂവ് ചെയ്തിട്ടും ഈ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി യൂസ് എ ഡൈ. സോ എങ്ങനെയാണ് നമ്മൾ കാണാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി യൂസ് എ ഡൈ അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും. സ്റ്റെയിൻ്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. യെസ്, എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും. ജസ്റ്റ് സ്റ്റെയിൻ ഒഴിച്ചെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമോ? ഇല്ല. ആൻഡ് വി യൂസ് എന്ത് ലൈറ്റ് യൂസ് ചെയ്യണം? UV ലൈറ്റ് യൂസ് ചെയ്യും. UV ലൈറ്റും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ DNA will appear as ഏത് കളറിൽ കാണാൻ പറ്റും? ബ്രൈറ്റ് ഓറഞ്ച് കളർ. ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമ്മളുടെ DNA കാണാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ DNA കണ്ടുപിടിക്കുന്നത്. DNA കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, വെറുതെ നോക്കിയാൽ കാണാൻ പറ്റില്ല. സോ നമ്മൾ സ്റ്റെയിൻ ഒഴിച്ചു കൊടുക്കും. സ്റ്റെയിൻ ഒഴിച്ചാലും കാണാൻ പറ്റില്ല, എന്നിട്ട് UV ലൈറ്റും കൂടെ അടിച്ചു കൊടുക്കും. അപ്പോഴും നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ അതിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, observe the relationship of the first pair and fill in the blanks. റെസ്ട്രിക്ഷൻ എൻസൈം ആണ് കട്ടിംഗ് ഓഫ് DNAക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്? DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് DNA ലിഗേസസ്, അല്ലെങ്കിൽ നമുക്ക് സാധാ ലിഗേസസ് എന്ന് എഴുതിയാലും മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the first restriction enzyme isolated is dash. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഈക്കോ R1 കുറിച്ചാണ്. പക്ഷെ ഈക്കോ R1 അല്ല, നമ്മൾ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് എടുത്തത് ഈക്കോ R1 അല്ല. പകരം ഹീമോഫിലസ് ഇൻഫ്ലുവൻസയിൽ നിന്നും ഹിൻഡ് സെക്കൻഡ് എന്ന് പറയുന്ന ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ് നമ്മൾ ആദ്യം ഐസൊലേറ്റ് ചെയ്തെടുത്തത്. നെക്സ്റ്റ്, the given diagram depicts the separation of DNA fragments. Yes, DNA fragments സെപ്പറേറ്റ് ചെയ്യുന്ന apparatusനെയാണ് കാണിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈ ദിസ് ടെക്നിക്. എന്താണ് ഈ ടെക്നിക്കിന്റെ പേര്? ടെക്നിക്കിന്റെ പേരാണ് ജെൽ ഇലക്ട്രോഫോറസിസ്, അല്ലെ? ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് ടെക്നിക്കിന്റെ പേര്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഹൗ ക്യാൻ യു വിഷ്വലൈസ് ദ സെപ്പറേറ്റഡ് DNA fragments in this technique? എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക? നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിനും ഒഴിച്ചു കൊടുക്കും, പ്ലസ് UV ലൈറ്റ്. അപ്പോൾ ഇവര് എന്ത് കളറിൽ കാണും? ഇവര് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. അങ്ങനെയാണ് നമ്മൾ ഇവരെ വിഷ്വലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് എല്യൂഷൻ? എന്താണ് ഈ എല്യൂഷൻ എന്ന് പറയുന്നത്? ELUTION, എല്യൂഷൻ. ഇവരെ നമ്മൾ കണ്ടിട്ട് ആ ജെല്ലിനകത്ത് തന്നെ അഗറോസ് ജെൽ, ഇവർ യൂസ് ചെയ്യുന്ന ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്ന ജെല്ലിന്റെ പേര് അഗ്രോസ് ജെൽ. ഈ അഗ്രോസ് ജെല്ലിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതിയോ? ഇപ്പോൾ അഗ്രോസ് ജെൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. സോ എല്യൂഷൻ മീൻസ് ഇറ്റ് ഇസ് ദി separation of this DNA fragments from agarose gel.
അഗറോസ് ജെല്ലിൽ നിന്നും ഈ DNA ഫ്രാഗ്മെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. സൊല്യൂഷൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ. എല്യൂഷനും പറഞ്ഞു. ഫുൾ മാർക്സ്. നെക്സ്റ്റ്. അടാ 5 മാർക്കായിരുന്നു അവിടെ ഇതിന്. വെരി സിമ്പിൾ. സിംപ്ലസ്റ്റ് 5 മാർക്ക് അത്. നെക്സ്റ്റ്. വാട്ട് ആർ ദി 2 kinds of nucleases enzymes? ന്യൂക്ലിയേസസ് എന്ന് പറയുമ്പോൾ 2 എൻസൈംസ് ഉണ്ട്. 2 kinds. അതിൽ ഏതൊക്കെയാണ് എന്നാ ചോദിക്കുന്നത്. ഒരു ന്യൂക്ലിയേസിന്റെ പേരാണ് എൻഡോന്യൂക്ലിയേസ്. രണ്ടാമത്തെ ന്യൂക്ലിയേസിന്റെ പേരാണ് എക്സോ ന്യൂക്ലിയേസ്. സോ നമുക്ക് 2 ടൈപ്പ് ന്യൂക്ലിയേസ് ഉണ്ട്. എൻഡോന്യൂക്ലിയേസസും ഉണ്ട്, എക്സോ ന്യൂക്ലിയേസും ഉണ്ട്. വാട്ട് ഈസ് ദ റോൾ ഇൻ RDNA ടെക്നോളജി? RDNA ടെക്നോളജിയിൽ അവരുടെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ കട്ടിംഗ് ഓഫ് DNA സ്ട്രാൻഡ്സിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ കണക്കാണോ കട്ട് ചെയ്യുന്നത്? അല്ല. എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുമ്പോൾ ദേ കട്ട് DNA at its ends അല്ല, സോറി, കട്ട് DNA within it. അതായത് DNA അതിന്റെ ഉള്ളിൽ വെച്ച് കട്ട് ചെയ്യുന്നവർ ഇതാ നടുക്കോട്ടൊക്കെ വെച്ച് കട്ട് ചെയ്യും. ഇവരിതാ ഇങ്ങനെ കട്ട് ചെയ്യാം, കണ്ടോ? ഇവരെ നടുക്കൊക്കെ ആയിരിക്കും ഈ എക്സോന്യൂക്ലിയേസ് എൻഡോന്യൂക്ലിയേസ് കട്ട് ചെയ്യുന്നത്. എക്സോന്യൂക്ലിയേസ് എന്ന് പറയുകയാണെങ്കിലോ നേരെ തിരിച്ച് ദേ കട്ട് DNA at its ends. അറ്റത്തോട്ട് കട്ട് ചെയ്യുന്ന ആളായിരിക്കും. ഇതാണ് DNA പീസ് എങ്കിൽ എക്സോന്യൂക്ലിയേസ് എവിടെ കട്ട് ചെയ്തതാണ്? ഇങ്ങനെ അറ്റത്ത് കട്ട് ചെയ്യും. അങ്ങനെയുള്ളവരാണ് നമ്മൾ എക്സോന്യൂക്ലിയേസ്. സോ രണ്ടുപേരും DNA കട്ട് ചെയ്യാണ്, പക്ഷെ എവിടെ കട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് പേര് മാറ്റിയിരിക്കുന്നത്. എൻഡോന്യൂക്ലിയേസ് നടുക്ക് കട്ട് ചെയ്യും, എക്സോന്യൂക്ലിയേസ് അറ്റത്ത് കട്ട് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്. ഇൻ RDNA ടെക്നോളജി amplification of gene interest is done by a technique called PCR. Yes, PCR വഴിയാണ് ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. Expand PCR. PCR ന്റെ ഫുൾ ഫോം polymerase chain reaction. Polymerase chain reaction ആണ് PCR ന്റെ പേര്. What are the main steps involved in PCR? PCR എന്ന് പറയുമ്പോൾ PCR ൽ 3 സ്റ്റെപ്സ് ആണ് വരിക. ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ഡീനാച്ചുറേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNAസിനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് സിംഗിൾ സ്ട്രാൻഡഡ് ആക്കി മാറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് പ്രൈമർ അനീലിംഗ്. പ്രൈമർ അനീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിംഗിൾ സ്ട്രാൻഡഡ് ആയ ഓരോന്നിലും പ്രൈമർ എന്ന് പറയുന്ന ഒളിഗോന്യൂക്ലിയോടൈഡിനെ അറ്റാച്ച് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമർ എക്സ്റ്റൻഷൻ. അതായത് അറ്റാച്ച് ചെയ്ത പ്രൈമറിനെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് ഇങ്ങനെ നീളം വെപ്പിച്ച് ഒരു കംപ്ലീറ്റ് DNA സ്ട്രാൻഡ് ആക്കി മാറ്റും. ഇതാണ് സ്റ്റെപ്സ്. നെക്സ്റ്റ്. നെയിം ദ DNA പോളിമറൈസ് യൂസ്ഡ്. ഏത് DNA പോളിമറൈസിനെയാ? നമ്മളുടെ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ടാക് പോളിമറൈസ് എന്ന് പറയുന്ന DNA പോളിമറൈസിനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. വാട്ട് ആർ പ്രൈമേഴ്സ് എന്ന് ചോദിക്കാം. പ്രൈമർ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? പ്രൈമേഴ്സ് ആർ ഒളിഗോന്യൂക്ലിയോടൈഡ് എന്ന് എഴുതണം. അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതുക. പ്രൈമർ എന്താണ് എന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പ്രൈമേഴ്സ് ആർ ഒളിഗോന്യൂക്ലിയോടൈഡ്സ്. എവിടെ സിന്തസൈസ് ചെയ്യുന്നതാ? സിന്തസൈസ്ഡ് ഇൻ ലബോറട്ടറി. നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാ. അതിന്റെ പ്രത്യേകത എന്താ? വിച്ച് ഇസ് കോംപ്ലിമെന്ററി ടു അവർ DNA സ്ട്രാൻഡ്. നമ്മളുടെ DNA സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചെറിയ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രൈമർ എന്ന് വിളിക്കുക. ഓക്കെ. 1 മാർക്ക് ചോദിക്കുവാണെങ്കിൽ എഴുതാം. എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ്. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. നെവർ. ജെൽ ഇലക്ട്രോഫോറസിസ് സെപ്പറേഷൻ ഓഫ് DNAക്ക് വേണ്ടിട്ടാ. സോ എ തെറ്റാ. ബയോറിയാക്ടേഴ്സ് സെപ്പറേഷൻ ഓഫ് DNAക്ക് വേണ്ടിട്ടോ? അല്ല. ബയോറിയാക്ടേഴ്സ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. അതും തെറ്റാ. PCR amplification of DNA. Yes, PCR amplification of DNA. So correct answer is C. The given diagram below is E. coli cloning vector PBR322. Okay. Identify the selectable markers present in it and explain the significance of ORI. PBR322 എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഐഡിയൽ വെക്ടറിനെ അവർ തന്നിട്ടുണ്ട്.
ഈ വെക്ടറിനകത്ത് 2 സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് ആ സെലക്ടബിൾ മാർക്കേഴ്സ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എടാ സെലക്ടബിൾ മാർക്കേഴ്സ് എപ്പോഴും ഇവിടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാ. ഇവിടെ PBR322 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ആരാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കേഴ്സ്. ഏതൊക്കെയായിരുന്നു ആ 2 ജീൻ? ഒന്ന് ദാ ഇയാളുടെ പേരാണ് നമ്മളുടെ ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് AMPR എന്ന് റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത്തതാണ് ദാ അയാളുടെ പേരാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് TETR. ഇത് രണ്ടുമാണ് അവിടുത്തെ സെലക്ടബിൾ മാർക്കേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ORI. ORIയുടെ സിഗ്നിഫിക്കൻസ് എന്താ? ORI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ ഒറിജിൻ, അതായത് ഇറ്റ് ഇസ് ദ പ്ലേസ് വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. റെപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഇവിടാണ് എന്നാ പറയുന്നത്. ഓക്കെ, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് അതിന്റെ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് അതാ. ഇനി വേറൊരു സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ട്. ഈ പ്ലാസ്മിഡ് എത്ര കോപ്പീനെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഈ ORI. സോ ദിസ് ORI കൺട്രോൾസ് ദി കോപ്പി നമ്പർ ഓഫ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡിന്റെ കോപ്പി നമ്പറിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ ORI. സോ ORI തീരുമാനിക്കും എത്ര കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ചില ORIs ഹൈ കോപ്പി നമ്പറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ചില ORIs ലോ കോപ്പി നമ്പറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, different steps in rDNA technology are given below. Arrange them in the correct sequential order. ആദ്യം എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ നമ്മളെ DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ആദ്യം നമ്മുടെ കംപ്ലീറ്റ് DNA ഐസൊലേറ്റ് ചെയ്യും. സോ ജനറ്റിക് മെറ്റീരിയലിനെ കംപ്ലീറ്റ് DNA ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് എവിടെയാ? ദാണ്ടെ ഓപ്ഷൻ സി. അതാണ് നമ്മളുടെ ഐസൊലേഷൻ ഓഫ് DNA. സോ ആദ്യം സി ആ വരാം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് DNA കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുറിക്കണം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച്. സോ സെക്കൻഡ് ഈസ് ദ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതാണ് നമ്മളുടെ ഐസൊലേഷൻ ഓഫ് ഡിസയേർഡ് DNA ഫ്രാഗ്മെന്റ്സ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. എന്നിട്ട് ഡിസൈർഡ് ഫ്രാഗ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കോ? ഇല്ല, അതിനെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ചെയ്യും. ആ സ്റ്റെപ്പ് അവരിവിടെ പറയുന്നില്ല. ആംപ്ലിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ പോലും കിട്ടിയ ഫ്രാഗ്മെന്റിനെ നമ്മൾ എവിടെ ചേർക്കണം? ഒരു വെക്ടറുമായി ഒട്ടിച്ച് ചേർക്കണം. സോ ഫോർത്ത് ഈസ് ദ ലൈഗേഷൻ ഓഫ് ദി DNA ഫ്രാഗ്മെന്റ് ഇൻടു ദ വെക്ടർ. വെക്ടറിനെ കൈ വെച്ചോണ്ടിരിക്കോ? ഇല്ല, അതിനെ എടുത്ത് എവിടേക്ക് ഇട്ട് കൊടുക്കും? നമ്മൾ ഹോസ്റ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫറിങ് ഓഫ് rDNA into host. ഞാൻ വിചാരിച്ചു അതില്ലേന്ന്. ട്രാൻസ്ഫറിങ് ഓഫ് ദിസ് rDNA into the host. ഇനി ഹോസ്റ്റിനെ വെറുതെ വെച്ചോണ്ടിരിക്കോ? ഇല്ല, കൾച്ചർ ചെയ്യണം. ലാർജ് സ്കെയിലിൽ ബയോ റിയാക്ടറിൽ ഇട്ട് നമ്മൾ കൾച്ചർ ചെയ്യും. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. നിങ്ങൾ എഴുതാൻ നേരത്ത് CEFADB എന്നൊന്നും എഴുതി വെക്കരുത്. പകരം എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പും ആ ഓർഡറിൽ എഴുതി വെക്കണം കേട്ടോ. അല്ലാതെ ഓപ്ഷൻ മാത്രം എഴുതി വെക്കരുത് കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെ എഴുതി വെച്ചതേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോടാ. Next, observe the given figure. Fill in the blanks A, B, C and D. A, B, C stages ആണെന്നും D ഒരു എൻസൈം ആണെന്നും അവർ ക്ലൂ തന്നിട്ടുണ്ട്. നോക്കാം. A എന്ന് പറഞ്ഞ സ്റ്റേജ്, ദാറ്റ് മീൻസ് എന്താ തന്നിട്ടുള്ളത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലെ PCR സ്റ്റെപ്സ് ആണ് തന്നിട്ടുള്ളത്. സോ A എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്, അവിടെ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അവർ കാണിച്ചിട്ടുണ്ട്. A എന്താ? ഫസ്റ്റ് സ്റ്റെപ്പായ ഡീനാച്ചുറേഷൻ ആണ് A. ബി രണ്ടാമത്തെ സ്റ്റെപ്പാണ്, ദ പ്രൈമറിനെ അറ്റാച്ച് ചെയ്തു. സോ അതിന്റെ പേരാണ് പ്രൈമർ അനീലിംഗ് അല്ലെങ്കിൽ അനീലിംഗ് എന്നാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഒരു കംപ്ലീറ്റ് സ്ട്രാൻഡിനെ അവർ ഫോം ചെയ്തെടുത്തു. അതാണ് തേർഡ് സ്റ്റെപ്പ്. അതിന്റെ പേരാണ് പ്രൈമർ എക്സ്റ്റൻഷൻ എന്നാണ് അതിന്റെ പേര്. ഫൈനലി ഡി എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ് എന്ന് അവർ പറഞ്ഞു. ഡി എന്ന് പറയുന്ന എൻസൈമിന്റെ പേരാണ് നമ്മുടെ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. ക്ലിയർ? ഓക്കെ ആണോ? ഡൺ. നെക്സ്റ്റ്, which among the following is a selectable marker in PBR322? നമ്മൾ പറഞ്ഞു സെലക്ടബിൾ മാർക്കർ ആയിട്ട് PBR322 2 പേരേ ഉള്ളൂ. ആരൊക്കെയാ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനും ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനും. അവരോട് ഉണ്ടോ നോക്കിയാൽ മതി. ORI അല്ല, ഹിൻഡ് 3 അല്ല, ROP അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനാണ്.
ഇങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചോദിക്കും, ഒരെണ്ണം പോലും വിട്ടുപോകരുത്. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കറക്റ്റ് ആ സാധനം എഴുതിയാലും 1 മാർക്ക് കിട്ടും അല്ലേ? തെറ്റിപ്പോയാൽ 1 മാർക്കും പോയി. നമ്മളല്ലാതെ ഇപ്പോൾ ഒരു 1 മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു സെന്റൻസ് പോലെ എഴുതാനുള്ള ഏതെങ്കിലും ആണെന്ന് വിചാരിച്ചോ, അതിനകത്ത് നിങ്ങൾ ഇച്ചിരി ഇമ്മണി ഇവിടെയൊക്കെ തെറ്റിയാൽ പോലെ ഒരു 1/2 മാർക്ക് എങ്ങനെയെങ്കിലും തരും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ തെറ്റിപ്പോയാൽ പോയി, ആ 1 മാർക്ക് അങ്ങനെ പോയി. സോ ഫുൾ മാർക്ക് എന്നുള്ള നമ്മളുടെ ആ ഒരു സ്വപ്നം ഇച്ചിരി പ്രശ്നം വരും. സോ ബേസിക്കലി ശ്രദ്ധിച്ച് എഴുതുക. നമുക്കറിയാവുന്ന സാധനമാണ്, ആവേശം കയറി തെറ്റിക്കരുത്, അത്ര എനിക്ക് പറയുള്ളൂ. നെക്സ്റ്റ്, restriction endonuclease recognizes a specific sequence in the DNA. Name that sequence and write its peculiarity. Yes, restriction enzyme ഒരു specific sequence-നെ കണ്ടുപിടിക്കും. ആ sequence-ന്റെ പേരാണ് recognition sequence of that enzyme. Recognition sequence of that enzyme. ആ enzyme-ന്റെ recognition sequence ആണ് എന്ന് നമ്മൾ പറയാം. What is its peculiarity? What is its peculiarity? അതിന്റെ peculiarity എന്താടാ? Peculiarity എന്താ, അവരുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ പാലിൻഡ്രോമിക് സീക്വൻസ്. അത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇറ്റ് റീഡ്സ് ദ സെയിം. ഇറ്റ് റീഡ്സ് ദ സെയിം. അത് വായിക്കാൻ ഒരേപോലെയാ. എങ്ങനെ? ഇൻ 5' to 3' ഡയറക്ഷൻ in both strands. അതിന്റെ 2 സ്ട്രാൻഡ് നമ്മൾ എടുത്താലും അതിനെ 5' to 3' ഒരേ കണക്കാ വായിക്കുക എന്ന് പറഞ്ഞത് ഇതുകൂടെ വരച്ചു വെച്ചിരിക്കണം. ഒരു സ്ട്രാൻഡ്, അടുത്ത സ്ട്രാൻഡ്, ഇത് 5' to 3', 5' to 3'. ഒരെണ്ണത്തിൽ GAATTC എന്ന് എഴുതി, ഇപ്പുറത്തും GAATTC. ടീച്ചർ ഫ്ലാറ്റ് കുട്ടി എക്സാമ്പിൾ വരെ എഴുതി കാണിച്ചു തന്നു. ഇത്രയേ ഉള്ളൂ അതിന്റെ പെക്യുലാരിറ്റി. Okay, clear? Next, match the following. Simple. Cloning vector. ഈ തന്നിരിക്കുന്നതിൽ ക്ലോണിംഗ് വെക്ടർ ആരാ? ബയോറിയാക്ടർ അല്ല, ടാക് പോളിമറൈസ് അല്ല, ഇലക്ട്രോഫോറസിസ് അല്ല, HindII അല്ല, PBr322. വെരി ഗുഡ്. PBr322 ആണ് നമ്മളുടെ ക്ലോണിംഗ് വെക്ടർ. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എന്താ നമ്മൾ യൂസ് ചെയ്യുക? ജെൽ ഇലക്ട്രോഫോറസിസ്. ദാണ്ട് ഇവിടെ ജെൽ എന്നില്ല, ബട്ട് ഇലക്ട്രോഫോറസിസ് ഉണ്ട്. PCR അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ടാക് പോളിമറേസ് എന്ന് പറയുന്ന ആള്. നെക്സ്റ്റ്, കൺവേർട്സ് റോ മെറ്റീരിയൽസ് ഇൻടു സ്പെസിഫിക് പ്രോഡക്ട്സ്. കൺവേർട്ട് ചെയ്യുന്ന ആളുടെ പേര് ബയോറിയാക്ടർ. HindII മാത്രം ഇവിടെ ആരും തന്നിട്ടില്ല. HindII എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം ആയിരുന്നു. നെക്സ്റ്റ്, recombinant DNA technology is a complex process which involves several steps. പല സ്റ്റെപ്സും ഉള്ള ഒരു സാധനമാണ് നമ്മൾ RDNA ടെക്നോളജി. റൈറ്റ് ഡൗൺ ദ മെയിൻ സ്റ്റെപ്സ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി. അതിന്റെ മെയിൻ സ്റ്റെപ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ആ കളി. ഫസ്റ്റ് എന്താ ചെയ്യുക? കംപ്ലീറ്റ് DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐസൊലേഷൻ ഓഫ് DNA. കംപ്ലീറ്റ് DNA ഐസൊലേറ്റ് ചെയ്തു. ഫുൾ നമുക്ക് വേണോ? വേണ്ട. നമ്മൾ അതിനെ മുറിച്ചിട്ട് നമുക്ക് വേണ്ട ആളെ മാത്രം എടുക്കാൻ പോവുക. സോ മുറിക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്, ഇറ്റ് ഇസ് ദി ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA യൂസിങ് ആരാണെന്നും കൂടെ എഴുതണം. യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. സോ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. മൂന്നാമത്തത് മുറിച്ചു കഴിഞ്ഞു. മുറിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട ആളെ മാത്രം മതി. സോ അതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ഓഫ് ഡിസയേർഡ് ഫ്രാഗ്മെന്റ്. നമുക്ക് വേണ്ട ആളെ മാത്രം എടുക്കുക. ഐസൊലേഷൻ ഓഫ് ദി ഡിസയേർഡ് ഫ്രാഗ്മെന്റ്. എങ്ങനെ നമ്മൾ എടുക്കുക? യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തിയാണ് നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നാലാമത്തെ സ്റ്റെപ്പ്, നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ കിട്ടി. അപ്പൊ അതിനെ ഏറ്റവും റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ ആംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ അതാണ് ഏറ്റവും സുഖം. സോ നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസയേർഡ് ഫ്രാഗ്മെന്റ്. നമ്മൾക്ക് വേണ്ട ആ ഫ്രാഗ്മെന്റിനെ മാത്രം ആംപ്ലിഫൈ ചെയ്തു വെക്കും. എങ്ങനെ? PCR വഴി ആംപ്ലിഫൈ ചെയ്തു വെക്കും. ഇനി ആ ഫ്രാഗ്മെന്റിനെ കൈ വെച്ചോണ്ടിരിക്കില്ല, നമ്മൾ വെക്ടറിലേക്ക് ഒട്ടിച്ച് ചേർക്കും. അടുത്തത് ലൈഗേഷൻ ഓഫ് ഡിസയേർഡ് ഫ്രാഗ്മെന്റ് ഇൻടു എ വെക്ടർ. ഒരു വെക്ടറിലേക്ക് ഒട്ടിച്ച് ചേർക്കണം. ഇൻടു എ വെക്ടർ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. ഇനി അതിനെ വെച്ചോണ്ടിരിക്കുവോ? ഇല്ല. ഈ വെക്ടറിനെ നമ്മൾ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ്
ട്രാൻസ്ഫർ ഓഫ് ദിസ് വെക്റ്റർ ഇൻറ്റു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലാസ്റ്റ് അതിന് എന്ത് ചെയ്യും? കൾച്ചറിങ് ഓഫ് ദ ഹോസ്റ്റ് സെൽ. ആ ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ കൾച്ചർ ചെയ്യും. ആൻഡ് ഐസൊലേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. ഐസൊലേഷൻ ഓഫ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇത്രയുമാണ് RDNA ടെക്നോളജിയിലെ ഫുൾ സ്റ്റെപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒരു മിസ്സിംഗ് ഫീച്ചർ ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ക്ലോണിംഗ് വെക്ടറിന് 3 ഫീച്ചേഴ്സ്. ഒന്ന് റെക്കഗ്നിഷൻ സൈറ്റ്സ് ഉണ്ട്, 2 സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ട്, മൂന്നാമത്തത് അയാൾക്ക് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ORIയും കൂടെ ഉണ്ട്. ഒന്നിൽ നിങ്ങൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എഴുതുക, അല്ലെങ്കിൽ ORI എന്ന് എഴുതിയാലും മാർക്ക് തരും. ഒരു മാച്ച് ദ ഫോളോയിങ് കൂടി. ജെൽ ഇലക്ട്രോഫോറസിസ്, അതിന് ക്ലോണിംഗ് വെക്ടർ വേണ്ട, എത്തിഡിയം ബ്രോമൈഡ് വേണം. എന്തിനാ? വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി. സോ ജെൽ ഇലക്ട്രോഫോറസിസിൽ വരുന്നത് എത്തിഡിയം ബ്രോമൈഡാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതിന് ക്ലോണിംഗ് വെക്ടർ വേണ്ട, മോളിക്കുലർ ഡയഗ്നോസിസ്. യെസ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ ഒരു യൂസ് ആണ്. അതിനെ നമുക്ക് മോളിക്കുലർ ഡയഗ്നോസിസ് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈക്കോ R1 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് PBr322, അയാളാണ് നമ്മളുടെ ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫൈ ദ പാലിൻഡ്രോം സീക്വൻസ്. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിട്ടുള്ള ആള്. ഫസ്റ്റ് വണ്ണിൽ തന്നെ GAATTC, അങ്ങോട്ട് വായിച്ചാലും GAATTC. യെസ്, കിട്ടി, ആളെ കിട്ടി. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളെ തന്നെ തന്നവര്. രണ്ടാമത്തെ വായിച്ചു നോക്കിയടാ, ATCGGCAT, തെറ്റ്. ഇങ്ങോട്ട് വായിച്ചപ്പോ TGTTT, തെറ്റ്. അങ്ങോട്ട് വായിച്ചപ്പോ CCCCC, ഇങ്ങോട്ട് വായിച്ചപ്പോ GGGGG, തെറ്റ്. നമ്മൾ എപ്പോഴും നോക്കുന്നത് 2 സ്ട്രാൻഡുമാണ് നോക്കണ്ടേ. ഒരു സ്ട്രാൻഡിൽ നിന്നും ഇങ്ങോട്ട് വായിക്കുന്നതും അടുത്ത സ്ട്രാൻഡിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വായിക്കുന്നതും സെയിം ആയിരിക്കണം. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അതായത് ഈ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വരാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി എക്സാമിന് കാണാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചോ. നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻസിന് കാണാം. ബൈ ബൈ.